എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിൽ പ്രവേശിച്ചവർക്കാണ് അവർക്ക് പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്ന പരീക്ഷ എഴുതേണ്ടത്. സെക്രട്ടേറിയറ്റിൻ്റെ ദൈനംദിന ഓഫീസ് നടപടികളെ പറ്റിയിട്ടാണ് പ്രധാനമായും സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വിത്തൗട്ട് ബുക്കാണ്. ആയതിനാൽ SOMൻ്റെ പുസ്തകം നമുക്ക് പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതിനാൽ SOMൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. കേരള സെക്രട്ടേറിയറ്റിൽ പ്രമോഷൻ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റൻ്റ്, സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി. ഇവയിൽ അസിസ്റ്റൻ്റ്, സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്നീ 3 തസ്തികകളും അസിസ്റ്റൻ്റ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്ഷൻ ഓഫീസർ മുതൽ അങ്ങോട്ട് ഗസറ്റഡ് തസ്തികകളാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായും SOMൽ അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്താണ്, സെക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് എന്താണ്, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയ പദവിയിലിരിക്കുന്നവരുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ ബേസിക് ഐഡിയ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈയിൽ നടന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. ഇൻ സെക്രട്ടേറിയറ്റ് ഡാഷ് ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് ഓഫ് ഓഫീസ് ഡിസിപ്ലിൻ ഇൻ സെക്ഷൻസ്. സെക്രട്ടേറിയറ്റിൽ വിഭാഗങ്ങളിലെ ഓഫീസ് അച്ചടക്കം പരിപാലിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം അണ്ടർ സെക്രട്ടറിക്കാണ്. ആൻസർ അണ്ടർ സെക്രട്ടറി. ദ ഡാഷ് ഈസ് മെയിൻലി കൺസേൺഡ് ഇൻ assisting the cabinet in framing of policies, approval of plans, programs and activities for the overall development of the state etc. സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനായുള്ള പദ്ധതികൾ, പരിപാടികൾ, പ്രവർത്തനങ്ങൾ എന്നിവയുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ മന്ത്രിസഭയെ സഹായിക്കുന്നതിൽ ഡാഷ് പ്രധാനമായും ശ്രദ്ധിക്കുന്നു. ആൻസർ Secretariat. Who is authorized to sign the fair copies of Legislative Assembly interpellations? നിയമസഭാ ഇടയലേഖനങ്ങളുടെ ന്യായമായ പകർപ്പുകളിൽ ഒപ്പിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ആൻസർ സെക്ഷൻ ഓഫീസർ. Which among the following statement is true regarding the avoidance of cumulative noting? ക്യുമുലേറ്റീവ് നോട്ടിംഗ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ബൈ ഓറൽ ഡിസ്കഷൻസ് ബിറ്റ്വീൻ ദ ഓഫീസേഴ്സ് കൺസേൺ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വാക്കാലുള്ള ചർച്ചകളിലൂടെ. ദ റിസപ്ഷൻ ഓഫീസേഴ്സ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ്. റിസപ്ഷൻ ഓഫീസർമാർ ഡാഷിൻ്റെ നിയന്ത്രണത്തിലാണ്. ആൻസർ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ്. ഡാഷ് ഈസ് ദ പാർട്ട് ഓഫ് എ കേസ് കൺസിസ്റ്റിംഗ് ഓഫ് പേപ്പേഴ്സ് റിസീവ്ഡ്, ഡ്രാഫ്റ്റ്സ് ഓഫ് ഇൻ്ററിം റിപ്ലൈസ് ആൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ഫൈനൽ ഓർഡേഴ്സ് ഇഷ്യൂഡ്. ലഭിച്ച പേപ്പറുകൾ, ഇടക്കാല മറുപടികളുടെ ഡ്രാഫ്റ്റുകൾ, പുറപ്പെടുവിച്ച അന്തിമ ഉത്തരവുകളുടെ ഡ്രാഫ്റ്റ് എന്നിവ അടങ്ങുന്ന ഒരു കേസിൻ്റെ ഭാഗമാണ് ഡാഷ്. ആൻസർ കറൻറ്റ് ഫയൽ, നിലവിലെ ഫയൽ. ഓൾ പ്രൊപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ ആൻഡ് അമെൻമെൻറ്റ്സ് ടു എനാക്ട്മെൻറ്റ്സ് ആൻഡ് റൂൾസ് ഷാൾ ബി ഡീൽഡ് വിത്ത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ. നിയമനിർമ്മാണത്തിനും നിയമങ്ങളിലെ ഭേദഗതികൾക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഡാഷിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസൃതമായി കൈകാര്യം ചെയ്യും. ആൻസർ റൂൾസ് ഓഫ് ബിസിനസ് നിയമങ്ങൾ. After approval of the draft bill by the Council of Ministers,
The dash department take steps for the introduction of the bill in the legislative assembly. ഡ്രാഫ്റ്റ് ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം ഡാഷ് വകുപ്പ് നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആൻസർ ലോ, നിയമം. Draft answers to the assembly questions should be put up to the minister concerned at least dash days before the due date of answer. നിയമസഭാ ചോദ്യങ്ങൾക്കുള്ള ഡ്രാഫ്റ്റ് ഉത്തരം നൽകേണ്ട തീയതിക്ക് ഡാഷ് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിക്ക് സമർപ്പിക്കണം. ആൻസർ 2. Notifications issued under the Kerala Public Service Act 1968 have to be got scrutinized by the dash. കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968 പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ ഡാഷിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആൻസർ P&ARD. Affidavit for extension of time should be filed as far as possible at least dash before the time already granted expires. സമയം നീട്ടുന്നതിനുള്ള സത്യവാങ്മൂലം ഇതിനകം അനുവദിച്ച സമയം അവസാനിക്കുന്നതിന് ഡാഷ് മുമ്പെങ്കിലും കഴിയുന്നിടത്തോളം ഫയൽ ചെയ്യണം. ആൻസർ എ വീക്ക്, ഒരാഴ്ച. The dash shall on behalf of the central government on any suit by or against them in the High Court. ഡാഷ് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി ഹൈക്കോടതിയിൽ അവർക്കോ എതിരെയോ ഉള്ള ഏതൊരു കേസിലും വാദിക്കും. ആൻസർ അഡ്വക്കേറ്റ് ജനറൽ. The Secretariat Department shall keep the Tabal register for a period of dash and therefore shall transfer them to the records branch. സെക്രട്ടേറിയറ്റ് വകുപ്പ് ഡാഷ് കാലയളവിലേക്ക് തപാൽ രജിസ്റ്റർ സൂക്ഷിക്കുകയും അതിനുശേഷം അവ റെക്കോർഡ്സ് ബ്രാഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യും. ആൻസർ 3 years, 3 വർഷം. No paper shall ordinarily be printed except under the orders of an officer of the rank of dash. ഡാഷ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവിന് കീഴിലല്ലാതെ ഒരു പേപ്പറും സാധാരണയായി അച്ചടിക്കാൻ പാടില്ല. ആൻസർ ഡെപ്യൂട്ടി സെക്രട്ടറി. The self-registering current number stamp will be kept in the custody of dash. സ്വയം രജിസ്റ്റർ ചെയ്യുന്ന കറന്റ് നമ്പർ സ്റ്റാമ്പ് ഡാഷിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും. ആൻസർ ഓഫീസ് സൂപ്രണ്ട്. Payment of advertisement charges shall be subject to the norms fixed by dash. പരസ്യ ചാർജുകൾ അടയ്ക്കുന്നത് ഡാഷ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കും. ആൻസർ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആസ് എ ജനറൽ ഗൈഡ്ലൈൻ ഇറ്റ് മേ ബി എൻഷുർഡ് ദാറ്റ് നോ ഫയൽ പാസസ് ത്രൂ മോർ ദാൻ ഡാഷ് ലെവൽസ് ഓഫ് officers beyond the level of section officer before it reaches the minister concerned. ഒരു പൊതു മാർഗനിർദ്ദേശം എന്ന നിലയിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ഫയലും സെക്ഷൻ ലെവലിന് അപ്പുറത്തുള്ള ഡാഷ് ലെവലിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലൂടെ കടന്നു പോകുന്നില്ലെന്ന് ഉറപ്പാക്കാം. ആൻസർ 3. When a file or disposal is found missing on any account, the fact should be immediately brought to the notice of the dash. ഏതെങ്കിലും അക്കൗണ്ടിൽ ഒരു ഫയലോ ഡിസ്പോസലോ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയാൽ വസ്തുത ഉടനടി ഡാഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ആൻസർ സെക്രട്ടറി ഇൻ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി. When a pre-number currency is registered, the details relating to them should be entered in columns dash against the pre-number. Pre-number കറൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രീ നമ്പറിന് എതിരായി ഡാഷ് കോളങ്ങളിൽ നൽകണം. ആൻസർ 13th and 14th, 13ഉം 14.
When communications without proper authentication happens to be received, they shall be returned under the signature and orders of dash. ശരിയായ ആധികാരികതയില്ലാത്ത ആശയവിനിമയങ്ങൾ ലഭിക്കുമ്പോൾ ഡാഷിൻ്റെ ഒപ്പിനും ഉത്തരവുകൾക്കും കീഴിൽ അവ തിരികെ നൽകും. ആൻസർ സെക്ഷൻ ഓഫീസർ. ഡാഷ് must watch incoming reminders and look into the cause of the delays that have evoked them. ഡാഷ് ഇൻകമിംഗ് റിമൈൻഡുകൾ കാണുകയും അവയ്ക്ക് കാരണമായ കാലതാമസത്തിൻ്റെ കാരണം അന്വേഷിക്കുകയും വേണം. ആൻസർ അണ്ടർ സെക്രട്ടറി. ദ ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്യുറസി ഓഫ് ദ ഡ്രാഫ്റ്റ് പ്രൊസീഡിങ്സ് ഫ്രം ദ സെക്ഷൻ. വിഭാഗത്തിൽ നിന്നുള്ള ഡ്രാഫ്റ്റ് നടപടികളുടെ കൃത്യതയ്ക്ക് ഡാഷ് ഉത്തരവാദിയാണ്. ആൻസർ സെക്ഷൻ ഓഫീസർ. The dash is responsible for passing on papers received by officers to the office section immediately under the due acknowledgement. ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച പേപ്പറുകൾ ഡ്യൂ അക്നോളജ്മെൻറ്റിന് കീഴിൽ ഉടൻ ഓഫീസ് വിഭാഗത്തിന് കൈമാറുന്നതിന് ഡാഷ് ഉത്തരവാദിയാണ്. ആൻസർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ കണക്റ്റഡ് വിത്ത് പേഴ്സണൽ രജിസ്റ്റർ. വ്യക്തിഗത രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി. ഓൾ കറൻസ് നമ്പേർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ സെക്ഷൻ ഷാൽ നോട്ട് ബി രജിസ്റ്റേർഡ് ഇൻ ദ പേഴ്സണൽ രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nature of reference issued will be noted in column dash of the personal register. നൽകിയ റെഫറൻസിൻ്റെ സ്വഭാവം പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഡാഷ് കോളത്തിൽ രേഖപ്പെടുത്തും. ആൻസർ 9. ഡാഷ് ഷുഡ് കീപ് ഓൾ സീക്രട്ട് ക്യാബിനറ്റ് ഫയൽസ് ഇൻ ദ സെപ്പറേറ്റ് സേഫ് കണ്ടെയ്നർ. ഡാഷ് എല്ലാ രഹസ്യ ക്യാബിനറ്റ് ഫയലുകളും ഒരു പ്രത്യേക സേഫ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. ആൻസർ അണ്ടർ സെക്രട്ടറി ഓർ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് GASC ഡിപ്പാർട്ട്മെൻറ്റ്. ദ ഡാഷ് സ്ക്രൂട്ടിനൈസ് ദ വോൾ ഫയൽ ആൻഡ് മേക്ക് സച്ച് ചേഞ്ചസ് ആസ് ആർ കൺസിഡേർഡ് നെസസറി ഇൻ ദ നോട്ട് പ്രിപ്പയർഡ് ബൈ ദ അസിസ്റ്റൻറ്റ് ആൻഡ് സബ്മിറ്റ്സ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ സെക്ഷൻസ്. ഡാഷ് മുഴുവൻ ഫയലും സൂക്ഷ്മമായി പരിശോധിക്കുകയും അസിസ്റ്റൻ്റ് തയ്യാറാക്കിയ കുറിപ്പിൽ ആവശ്യമെന്ന് കരുതുന്ന മാറ്റങ്ങൾ വരുത്തുകയും അത് സെക്ഷനുകളുടെ ചുമതലയുള്ള അടുത്ത ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആൻസർ സെക്ഷൻ ഓഫീസർ. വെൻ മോർ ദാൻ വൺ ഡ്രാഫ്റ്റ് ഈസ് സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ, ദ ഡ്രാഫ്റ്റ് സോ സബ്മിറ്റഡ് ഷുഡ് ബി ഡാഷ്. ഒന്നിലധികം ഡ്രാഫ്റ്റുകൾ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അങ്ങനെ സമർപ്പിച്ച ഡ്രാഫ്റ്റുകൾ ഡാഷ് ആയിരിക്കണം. ആൻസർ നമ്പേർഡ്, അക്കമിട്ട ഡ്രാഫ്റ്റുകൾ ആയിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഓഫീസേഴ്സ് റീറൈറ്റിംഗ് ഓർ മോഡിഫൈയിങ് ദ അസിസ്റ്റൻസ് നോട്ട്. ഉദ്യോഗസ്ഥർ അസിസ്റ്റൻറ്റിൻ്റെ കുറിപ്പ് തിരുത്തുകയോ എഴുതുന്നതോ പരിഷ്കരിക്കുന്നതോ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഇറ്റ് ഷാൽ ബി റിട്ടേൺ അപ്പ് ആസ് കണ്ടിന്യൂഷൻ ടു ദ നോട്ട്സ് ഓൾറെഡി ആഡഡ് ടു ദ നോട്ട് ഫയൽ. നോട്ട് ഫയലിൽ ഇതിനകം ചേർത്ത കുറിപ്പുകളുടെ തുടർച്ചയായി ഇത് എഴുതപ്പെടും. വെൻ കമ്മ്യൂണിക്കേഷൻസ് ഇൻ ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ആർ submitted in files, officers of the above the grade of dash should instruct the assistants to put up typed copies of such communication. വ്യക്തമല്ലാത്ത കൈയക്ഷരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഫയലുകളിൽ സമർപ്പിക്കുമ്പോൾ ഡാഷ് ഗ്രേഡിലും അതിനു മുകളിലുമുള്ള ഉദ്യോഗസ്ഥർ അത്തരം ആശയവിനിമയത്തിൻ്റെ ടൈപ്പ് ചെയ്ത പകർപ്പുകൾ സ്ഥാപിക്കാൻ അസിസ്റ്റന്റുമാരോട് നിർദ്ദേശിക്കണം. ആൻസർ ഡെപ്യൂട്ടി സെക്രട്ടറി. വിച്ച് among the following statement is false regarding routine note?
പതിവ് കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ: ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അണ്ടർ ദ നോട്ട് ഫയൽ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ വിച്ച് ദ ഫയൽ ഒറിജിനേറ്റഡ്. നോട്ട്സ് ഫോർ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദ ഇൻസ്ട്രക്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ഡാഷ് ഷാൾ ബി ഫോളോഡ്. മന്ത്രിസഭാ സമിതിക്കുള്ള കുറിപ്പുകൾ ഡാഷിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ആൻസർ: റൂൾസ് ഓഫ് ബിസിനസ്. The proposal for overruling the advice tendered by the advice section of P&ARD should be routed through the dash to Chief Minister. PARD എന്നിവയുടെ ഉപദേശം വിഭാഗം ടെൻഡർ ചെയ്ത ഉപദേശം മറികടക്കുന്നതിനുള്ള നിർദ്ദേശം ഡാഷ് മുഖേന മുഖ്യമന്ത്രിക്ക് കൈമാറണം. ആൻസർ: ചീഫ് സെക്രട്ടറി. The assistants and section officers may offer opinions and suggestions dash. അസിസ്റ്റന്റുമാരും സെക്ഷൻ ഓഫീസർമാരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം ഡാഷ്. ആൻസർ: ഇൻ കേസസ് ഫൗണ്ട് ഓൺ സ്റ്റാറ്റ്യൂട്ട്സ്, റൂൾസ് ഓർ ഡിക്ലെയർഡ് പോളിസീസ്. ചട്ടങ്ങൾ, നിയമങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപിത നയങ്ങളിലോ കണ്ടെത്തിയ കേസുകളിൽ. When the tabling slips relating to papers recorded as GO are indexed, the words dash should be clearly indicated in the index title. GO ആയി രേഖപ്പെടുത്തിയിരിക്കുന്ന പേപ്പറുകളുമായി ബന്ധപ്പെട്ട ടേബിളിംഗ് സ്ലിപ്പുകൾ സൂചികയാക്കുമ്പോൾ ഡാഷ് എന്ന വാക്കുകൾ സൂചിക തലക്കെട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കണം. ആൻസർ: പേപ്പേഴ്സ് റെക്കോർഡഡ്. The function of dash can be broadly classified into legislative as well as advisory. ഡാഷിൻ്റെ പ്രവർത്തനത്തെ നിയമനിർമ്മാണവും ഉപദേശകരും എന്ന് വിശാലമായി തരംതിരിക്കാം. ആൻസർ: ലോ ഡിപ്പാർട്ട്മെൻറ്റ്, നിയമവകുപ്പ്. The basic requirement of a good draft is. ഒരു നല്ല ഡ്രാഫ്റ്റിൻ്റെ അടിസ്ഥാന ആവശ്യകത ഡാഷ് ആണ്. ആൻസർ: ക്ലാരിറ്റി ഓഫ് കണ്ടൻസ് ആൻഡ് ബ്രെവിറ്റി. ഉള്ളടക്കത്തിൻ്റെ വ്യക്തതയും സംക്ഷിപ്തതയും. ഫയൽസ് ക്ലോസ്ഡ് ഇൻ ദ ലോഡ്ജഡ് സീരീസ് ഷുഡ് ബി റിട്ടൈൻഡ് ഇൻ ദ സെക്ഷൻസ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഓഫ് ഇൻ വിച്ച് ദോസ് ഫയൽസ് വെർ ഓപ്പൺ. ഫയൽ ചെയ്ത സീരീസിൽ അടച്ച ഫയലുകൾ ആ ഫയലുകൾ തുറന്ന മാസാവസാനം മുതൽ ഡാഷ് കാലയളവിലേക്ക് സെക്ഷനുകളിൽ സൂക്ഷിക്കണം. ആൻസർ: 6 months, 6 മാസം. ഫയൽസ് ഓർ പേപ്പേഴ്സ് വിച്ച് ആർ ടു ബി ക്ലാസിഫൈഡ് ആസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുഡ് അലോങ് ബി ക്ലോസ്ഡ് ഇൻ ദ ഓർഡിനറി സീരീസ് ആസ് ഡാഷ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തരംതിരിക്കേണ്ട ഫയലുകളോ പേപ്പറുകളോ സാധാരണ ശ്രേണിയിൽ ഡാഷ് ആയി അടച്ചിരിക്കണം. ആൻസർ: GOP. Which is the period of retention of SB of an officer entitled to retirement terminal benefits? വിരമിക്കൽ ടെർമിനൽ ആനുകൂല്യത്തിന് അർഹതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ SB നിലനിർത്തുന്ന കാലയളവ് എത്രയാണ്? ആൻസർ: 10 years after the pensionary claims are finally settled and sanctioned. പെൻഷനറി ക്ലെയിമുകൾ തീർപ്പാക്കി അനുവദിക്കുകയും ചെയ്ത ശേഷം 10 വർഷം. The under secretary may permit any member of the staff to leave office dash minutes earlier if there is a justifiable reason. ന്യായമായ കാരണമുണ്ടെങ്കിൽ സ്റ്റാഫിലെ ഏതെങ്കിലും അംഗത്തെ ഡാഷ് മിനിറ്റ് മുമ്പ് ഓഫീസ് വിടാൻ അണ്ടർ സെക്രട്ടറിക്ക് അനുവദിച്ചേക്കാം. ആൻസർ: 30 minutes, 30 മിനിറ്റ്. ഹൗ മെനി അപ്രൂവ്ഡ് ഫോംസ് ഓഫ് കറസ്പോണ്ടൻസ് ആർ ഇഷ്യൂഡ് ഇൻ സെക്രട്ടേറിയറ്റ്? സെക്രട്ടേറിയറ്റിൽ എത്ര അംഗീകൃത കത്തിടപാടുകൾ ഉപയോഗിക്കുന്നു? ആൻസർ: 12. ഡാഷ് ഫോം ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ സ്റ്റാൻഡിംഗ് നേച്ചർ. സ്റ്റാൻഡിംഗ് സ്വഭാവമുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ആശയവിനിമയം നടത്താൻ ഡാഷ് ഫോം ഉപയോഗിക്കുന്നു. ആൻസർ: സർക്കുലർ.
All communications received before dash on a working day shall be dispatched the same day. ഒരു പ്രവൃത്തി ദിവസത്തിൽ ഡാഷിന് മുമ്പ് ലഭിച്ച എല്ലാ ആശയവിനിമയങ്ങളും അതേ ദിവസം തന്നെ അയക്കും. ആൻസർ വൈകുന്നേരം 4 മണി 4 PM. When it is proposed to address the dash, the letter form should be used. ഡാഷിനെ അഭിസംബോധന ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോൾ ലെറ്റർ ഫോം ഉപയോഗിക്കണം. ആൻസർ ഓൾ ദ എബോവ്. മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് വൈസ് ചാൻസലർ ഓർ രജിസ്ട്രാർ ഓഫ് എ യൂണിവേഴ്സിറ്റി, വിജിലൻസ് കമ്മീഷൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ റവന്യൂ ബോർഡ്. When final decision of government are communicated, they have to be embodied in the form of dash. ഗവൺമെൻറ്റിൻ്റെ അന്തിമ തീരുമാനം അറിയിക്കുമ്പോൾ അവ ഡാഷിൻ്റെ രൂപത്തിൽ ഉൾക്കൊള്ളണം. ആൻസർ ഗവൺമെൻറ് ഓർഡർ, സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിക്കേഷൻസ് ടു ദ പഞ്ചായത്ത് വിൽ ബി അഡ്രസ്ഡ് ടു ദ ഡാഷ് ഓഫ് ദ കൺസേൺ പഞ്ചായത്ത്. പഞ്ചായത്തുകളിലേക്കുള്ള ആശയവിനിമയം ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അഭിസംബോധന ചെയ്യും. ആൻസർ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. Which of the following statement is false regarding the answer to assembly questions? അസംബ്ലി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ The date of posting of question for answer in the house should be noted in the bottom left of the answer. Next question. Personal register shall be maintained by assistants in dash as provided in Appendix 1 to the Kerala Secretariat Office Manual. കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ അനുബന്ധം 1 നൽകിയിരിക്കുന്നത് പോലെ ഡാഷിൽ അസിസ്റ്റന്റുമാർ വ്യക്തിഗത രജിസ്റ്റർ പരിപാലിക്കും. ആൻസർ ഫോം 5. The levels of circulation of a case will depend on the nature of the issue involved and the instructions contained in the dash. ഒരു കേസിൻ്റെ സർക്കുലേഷൻ ലെവലുകൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ സ്വഭാവത്തെയും ഡാഷിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങളെയും ആശ്രയിച്ചിരിക്കും. ആൻസർ റൂൾസ് ഓഫ് ബിസിനസ് നിയമങ്ങൾ. Copies of government orders communicating cabinet decisions should be sent in envelope superscribed cabinet decisions government orders to the ക്യാബിനറ്റ് തീരുമാനങ്ങൾ അറിയിക്കുന്ന സർക്കാർ ഉത്തരവുകളുടെ പകർപ്പുകൾ ഡാഷിലേക്ക് ക്യാബിനറ്റ് തീരുമാനങ്ങൾ സർക്കാർ ഉത്തരവുകൾ എന്ന മേലെഴുതിയ കവറിലാക്കി അയക്കണം. ആൻസർ GASC ഡിപ്പാർട്ട്മെൻറ്റ്. Which of the following statement is false regarding annual index? വാർഷിക സൂചിക സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ Copies of annual index are forwarded to all heads of departments. Next question. The disposed files are broadly classified into dash groups. ഡിസ്പോസ് ചെയ്ത ഫയലുകളെ ഡാഷ് ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ആൻസർ 4 ഗ്രൂപ്പുകളായി. The dash should check the stock files at frequent intervals and should ensure that it is properly maintained. ഡാഷ് ഇടയ്ക്കിടെ സ്റ്റോക്ക് ഫയലുകൾ പരിശോധിക്കുകയും അത് ശരിയായി പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ആൻസർ സെക്ഷൻ ഓഫീസർ. The personal register should be kept up to date and subjected to inspection every month by the section officer except the month of dash. വ്യക്തിഗത രജിസ്റ്റർ കാലികമായി സൂക്ഷിക്കുകയും ഡാഷ് മാസം ഒഴികെ എല്ലാ മാസവും സെക്ഷൻ ഓഫീസർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വേണം. ആൻസർ ജനുവരി. Every assistant should keep a dash in form number 7 Appendix 1 in manuscript. ഓരോ അസിസ്റ്റൻറ്റും ഫോം നമ്പർ 7 അനുബന്ധം 1 കയ്യെഴുത്തു പ്രതിയിൽ ഒരു ഡാഷ് സൂക്ഷിക്കണം. ആൻസർ റിമൈൻഡർ ഡയറി
ഓർമ്മപ്പെടുത്തൽ ഡയറി. Which of the following statement is not true regarding the monthly business statement? പ്രതിമാസ ബിസിനസ് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ: monthly business statement contains the details of petitions received in department. Next question. Which of the following statement is not true regarding the review of items in the staff meeting? സ്റ്റാഫ് മീറ്റിംഗിലെ ഇനങ്ങളുടെ അവലോകനം സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ: പെൻഡിങ് ഇഷ്യൂ വിത്ത് ദ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഷാൽ നോട്ട് ബി റിവ്യൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ ഇൻഡെക്സിംഗ് പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു റിട്ട് പെറ്റീഷൻസ് ആൻഡ് സ്യൂട്ട്സ് ഇറ്റ് ഷുഡ് ബിയർ ആൻഡ് ഇൻഡിക്കേഷൻ ടു ദ ഡാഷ് ഓഫ് ദ കേസ്. റിട്ട് പെറ്റീഷനുകളുമായും സ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ സൂചികയിലാക്കുമ്പോൾ അതിൽ കേസിൻ്റെ ഡാഷ് സൂചിപ്പിച്ചിരിക്കണം. ആൻസർ: നമ്പർ ആൻഡ് ഇയർ, നമ്പറും വർഷവും. എ സ്യൂട്ട് രജിസ്റ്റർ ഇൻ ഫോം നമ്പർ XIX, that is form number 19, appendix 1, should be maintained in every section in the custody of ഡാഷ്. ഫോം നമ്പർ 19 അനുബന്ധം 1-ൽ ഒരു സ്യൂട്ട് രജിസ്റ്റർ ഡാഷിൻ്റെ കസ്റ്റഡിയിൽ എല്ലാ വിഭാഗത്തിലും സൂക്ഷിക്കണം. ആൻസർ: സെക്ഷൻ ഓഫീസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് പാർലമെൻ്ററി സെക്ഷൻ? ഇനി പറയുന്നവയിൽ ഏതാണ് പാർലമെൻ്ററി വിഭാഗത്തിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ: ദേ ഷാൽ നോട്ട് മെയിൻറ്റെയിൻ ആൻ ഇൻ്റർപെല്ലേഷൻ രജിസ്റ്റർ. Next question. The note for the subject committee should be got approved by the dash in charge of the department concerned. സബ്ജക്റ്റ് കമ്മിറ്റിക്കുള്ള കുറിപ്പ് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയുള്ള ഡാഷ് അംഗീകരിച്ചിരിക്കണം. ആൻസർ: മിനിസ്റ്റർ, മന്ത്രി. കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് ഷാൽ ബി സപ്ലൈഡ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ റിക്വസിഷൻ സൈൻ by the dash requesting the record. രേഖ അഭ്യർത്ഥിച്ചുകൊണ്ട് ഡാഷ് ഒപ്പിട്ട അപേക്ഷയിൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ രഹസ്യരേഖകൾ നൽകപ്പെടും. ആൻസർ: സെക്ഷൻ ഓഫീസർ. പർച്ചേസ് ഓഫ് ബുക്സ്, പീരിയോഡിക്കൽസ് ആൻഡ് സർവീസ് സ്റ്റാമ്പ്സ് ഈസ് ഡൺ ത്രൂ ദ ഡാഷ്. പുസ്തകങ്ങൾ, ആനുകാലികങ്ങൾ, സേവന സ്റ്റാമ്പുകൾ എന്നിവയുടെ വാങ്ങൽ ഡാഷ് വഴിയാണ് നടക്കുന്നത്. ആൻസർ: അക്കൗണ്ട്സ് ബ്രാഞ്ച്. ദ ടൈം ലിമിറ്റ് ഫോർ പ്രിപ്പയറിംഗ് ഡ്രാഫ്റ്റ് നോട്ട്സ് ഫോർ ദ കൗൺസിൽ ഈസ് ഡാഷ് ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ദ ഫയൽ വിത്ത് ദ ഓർഡേഴ്സ് ഓഫ് ചീഫ് മിനിസ്റ്റർ. കൗൺസിലിങ്ങിനായി ഡ്രാഫ്റ്റ് കുറിപ്പുകൾ തയ്യാറാക്കുന്നതിനുള്ള സമയപരിധി മുഖ്യമന്ത്രിയുടെ ഉത്തരവുകളോട് കൂടിയ ഫയൽ ലഭിച്ച് ഡാഷാണ്. 3 days, 3 ദിവസം. Dash is the chief controlling officer in respect of all accounts matters in the secretariat. സെക്രട്ടേറിയറ്റിലെ എല്ലാ അക്കൗണ്ട് കാര്യങ്ങളിലും ചീഫ് കൺട്രോളിംഗ് ഓഫീസറാണ് ഡാഷ്. ആൻസർ: സെക്രട്ടറി, GAD. Every department is to prepare a monthly business statement in form number 9, appendix 1 and forward the consolidated statement to ഡാഷ് ഫോർ റിവ്യൂ. ഓരോ വകുപ്പും ഫോം നമ്പർ 9 അനുബന്ധം 1-ൽ പ്രതിമാസ ബിസിനസ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയും അവലോകനത്തിനായി ഏകീകൃത പ്രസ്താവന ഡാഷിലേക്ക് കൈമാറുകയും വേണം. ആൻസർ: P&ARD. Which among the following statement is not true regarding the section officer? സെക്ഷൻ ഓഫീസറെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ: bring to the notice of the secretary any serious delay or other irregularity. Next question. The dash concerned shall bring the fact of non-receipt of the files under circulation to the officers who ordered circulation. സർക്കുലേഷനിലുള്ള ഫയലുകൾ ലഭിക്കാത്തതിൻ്റെ വസ്തുത ബന്ധപ്പെട്ട ഡാഷ് സർക്കുലേഷന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.
Answer: section officer. All members of the staff up to dash level should mark attendance in the forenoon and afternoon sections. ഡാഷ് ലെവൽ വരെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവുമുള്ള സെക്ഷനുകളിൽ ഹാജർ രേഖപ്പെടുത്തണം. ആൻസർ: സെക്ഷൻ ഓഫീസർ. An outgoing assistant has to ensure that all the new disposals occurred in the seat till the date of his relief should be entrusted to the dash for transmission to records branch. ഒരു ഔട്ട്ഗോയിങ് അസിസ്റ്റൻ്റ് തൻ്റെ റിലീഫ് തീയതി വരെ സീറ്റിൽ സമ്പാദിച്ച എല്ലാ പുതിയ ഡിസ്പോസലുകളും റെക്കോർഡ്സ് ബ്രാഞ്ചിലേക്ക് കൈമാറുന്നതിന് ഡാഷിനെ ഏൽപ്പിക്കണം. ആൻസർ: അറ്റൻഡർ. The dash will be held personally responsible for the proper observance of the procedure in the manual by all in his section. മാനുവലിലെ നടപടിക്രമങ്ങൾ അവൻ്റെ വിഭാഗത്തിലുള്ള എല്ലാവരും കൃത്യമായി പാലിക്കുന്നതിന് ഡാഷ് വ്യക്തിപരമായി ഉത്തരവാദിയായിരിക്കും. ആൻസർ: സെക്ഷൻ ഓഫീസർ. ബൾക്ക് കമ്മ്യൂണിക്കേഷൻസ് പേപ്പേഴ്സ് വിച്ച് ഓൺ അക്കൗണ്ട് ഓഫ് their ബൾക്ക് ഷാൾ ബി സെൻഡ് ബൈ ഡാഷ്. ബൾക്ക് കമ്മ്യൂണിക്കേഷൻസ് പേപ്പറുകൾ അവയുടെ ബൾക്ക് കണക്കിലെടുത്ത് ഡാഷ് വഴി അയക്കും. ആൻസർ: വാക്സ് ക്ലോത്ത് പാക്കിംഗ്, മെഴുകുതുണി പാക്കിംഗ്. When a case is transferred from the personal register to the call book, the file is closed in the form of dash. ഒരു കേസ് വ്യക്തിഗത രജിസ്റ്ററിൽ നിന്ന് കോൾ ബുക്കിലേക്ക് മാറ്റുമ്പോൾ ഫയൽ ഡാഷ് എന്ന രൂപത്തിൽ അടച്ചിരിക്കും. ആൻസർ: ലോഡ്ജഡ് പേപ്പർ. Who will decide if a copy of the order issued shall be added to the stock file? പുറപ്പെടുവിച്ച ഉത്തരവിൻ്റെ പകർപ്പ് സ്റ്റോക്ക് ഫയലിൽ ചേർക്കണമോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ആൻസർ: സെക്ഷൻ ഓഫീസർ. Which of the following statement is false with regard to the notes for the subject committee? സബ്ജക്റ്റ് കമ്മിറ്റിക്കുള്ള കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ: 75 copies of the note should be forwarded to the legislative secretariat with a forwarding letter. Next question. Money, checks and other valuables received as enclosures to communications will be entered in the dash by the office superintendent. കമ്മ്യൂണിക്കേഷനുകളുടെ എൻക്ലോഷറായി ലഭിക്കുന്ന പണവും ചെക്കുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഓഫീസ് സൂപ്രണ്ട് ഡാഷിൽ രേഖപ്പെടുത്തും. ആൻസർ: സെക്യൂരിറ്റി രജിസ്റ്റർ. In the case of official letters other than DO letters and other letters addressed to any officer by name received in the secretariat from members of parliament and legislative assembly, replies will be issued over the signature of an officer not below the rank of dash. പാർലമെൻറ്റിലെയും നിയമസഭയിലെയും അംഗങ്ങളിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ ലഭിക്കുന്ന ഔദ്യോഗിക കത്തുകളുടെ DO ലെറ്ററുകളും ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്യുന്ന മറ്റ് കത്തുകളും ഒഴികെ കാര്യത്തിൽ ഡാഷ് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒപ്പിന്മേൽ മറുപടികൾ നൽകും. ആൻസർ: ജോയിൻറ്റ് സെക്രട്ടറി. ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഇൻഡിസസ് ഈസ്. സൂചികകളുടെ ലക്ഷ്യം ഡാഷ് ആണ്. ആൻസർ: ടു എനേബിൾ വൺ ടു ട്രേസ് ദ പേപ്പേഴ്സ് കണ്ടെയ്നിങ് ദ ഓർഡേഴ്സ് പാസ്ഡ് ഓൺ എനി പർട്ടിക്കുലർ സബ്ജക്റ്റ്. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ പാസാക്കിയ ഓർഡറുകൾ അടങ്ങിയ പേപ്പറുകൾ കണ്ടെത്താൻ ഒരാളെ പ്രാപ്തമാക്കാൻ. പ്രസ് കോൺഫറൻസസ് ബൈ മിനിസ്റ്റേഴ്സ് ഷാൾ ബി അറേഞ്ച്ഡ് ബൈ ദ ഡാഷ്. മന്ത്രിമാരുടെ പത്രസമ്മേളനങ്ങൾ ക്രമീകരിക്കുന്നത് ഡാഷ് ആണ്. ആൻസർ:
Public Relations Department. When a copy of the proceedings of government is communicated to another state government or administration, the government of India, it should be sent with a covering letter signed by dash for and on behalf of secretary to government. സർക്കാരിൻ്റെ നടപടികളുടെ ഒരു പകർപ്പ് മറ്റൊരു സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുമ്പോൾ അത് സർക്കാർ സെക്രട്ടറിക്ക് വേണ്ടിയും ഡാഷ് ഒപ്പിട്ട ഒരു കവറിംഗ് ലെറ്ററിനൊപ്പം അയക്കണം. ആൻസർ അണ്ടർ സെക്രട്ടറി. The basic outline of the various forms of communication is given as dash to the Secretariat Office Manual. വിവിധ ആശയവിനിമയ രൂപങ്ങളുടെ അടിസ്ഥാന രൂപരേഖ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ ഡാഷ് ആയി നൽകിയിരിക്കുന്നു. ആൻസർ അപ്പൻഡിക്സ് 2. Which of the following registers are not submitted by the assistant for inspection? ഇനി പറയുന്ന രജിസ്റ്ററുകളിൽ ഏതാണ് അസിസ്റ്റൻ്റ് പരിശോധനയ്ക്കായി സമർപ്പിക്കാത്തത്? ആൻസർ മൂവ്മെൻറ്റ് രജിസ്റ്റർ. Copy of the circular should be communicated with the signature of section officer with the indication. സർക്കുലറിൻ്റെ പകർപ്പ് സെക്ഷൻ ഓഫീസറുടെ ഒപ്പോടുകൂടി ഡാഷ് എന്ന സൂചനയോടെ അറിയിക്കണം. ആൻസർ ഫോർവേഡഡ് ഓർ ബൈ ഓർഡർ. The disposals containing decisions already taken put up for reference to processing fresh cases are called dash. പുതിയ കേസുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനായി റഫറൻസിനായി വെച്ച ഇതിനകം എടുത്ത തീരുമാനങ്ങൾ അടങ്ങിയ ഡിസ്പോസലുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ബാക്ക് ഫയൽസ്. Final decision on the petitions received from the Committee on Petitions should be taken by the authority not below the rank of dash to the government. നിവേദന കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന നിവേദനങ്ങളിന്മേൽ അന്തിമ തീരുമാനം സർക്കാരിന് ഡാഷ് റാങ്കിൽ കുറയാത്ത ഒരു അതോറിറ്റിയാണ് എടുക്കേണ്ടത്. ആൻസർ സെക്രട്ടറി. The inspection team of P&ARD may conduct a periodical inspection of every department at least once in dash years. P&ARD എന്നിവയുടെ പരിശോധനാ സംഘം ഡാഷ് വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ വകുപ്പുകളുടെയും ആനുകാലിക പരിശോധന നടത്തിയേക്കാം. ആൻസർ 3. 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും. On no account should a dash be flagged and put up for reference in a case. ഒരു കാരണവശാലും ഡാഷ് ഫ്ലാഗ് ചെയ്ത ഒരു കേസിൽ റഫറൻസിനായി വെക്കരുത്. ആൻസർ പെൻഡിംഗ് ഫയൽ. The Secretariat Department shall keep the stamps accounts register for a period of dash years and thereafter shall transfer them to റെക്കോർഡ്സ് ബ്രാഞ്ച്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡാഷ് വർഷത്തേക്ക് സ്റ്റാമ്പ് അക്കൗണ്ട്സ് രജിസ്റ്റർ സൂക്ഷിക്കുകയും അതിനുശേഷം അവ റെക്കോർഡ്സ് ബ്രാഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യും. ആൻസർ 3 years. At the end of each year, a consolidated list of files disposed of by the Council of Ministers must be prepared by each department for സബ്മിഷൻ ടു ദ ഡാഷ്. ഓരോ വർഷാവസാനത്തിലും മന്ത്രിമാരുടെ കൗൺസിൽ തീർപ്പാക്കുന്ന ഫയലുകളുടെ ഒരു ഏകീകൃത ലിസ്റ്റ് ഡാഷ്ക്ക് സമർപ്പിക്കുന്നതിന് ഓരോ വകുപ്പും തയ്യാറാക്കണം. ആൻസർ ചീഫ് സെക്രട്ടറി. If there are several papers for issue to the same officer on the same day, they shall be enclosed in dash. ഒരേ ദിവസം ഒരേ ഓഫീസർക്ക് ഇഷ്യൂ ചെയ്യുന്നതിനായി നിരവധി പേപ്പറുകൾ ഉണ്ടെങ്കിൽ അവ ഡാഷിൽ ഉൾപ്പെടുത്തണം. ആൻസർ 1 envelope. When a member of staff goes on leave, he must invariably hand over office key
ഇഫ് എനി ഇൻ ഹിസ് കസ്റ്റഡി ടു ഡാഷ്. ഒരു സ്റ്റാഫിലെ ഒരു അംഗം അവധിയിൽ പോകുമ്പോൾ അയാളുടെ കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഓഫീസ് താക്കോൽ സ്ഥിരമായി ഡാഷ്ക്ക് കൈമാറണം. ആൻസർ ഹിസ് സെക്ഷൻ ഓഫീസർ. ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ഗവൺമെൻറ് ഓൺ എനി മാറ്റർ സബ്മിറ്റഡ് ഫോർ ഇൻഫർമേഷൻ ഓർ ഓർഡേഴ്സ്. ഡാഷ് എന്നത് വിവരങ്ങൾക്കോ ഉത്തരവുകൾക്കോ വേണ്ടി സമർപ്പിക്കുന്ന ഏതൊരു കാര്യത്തിലും സർക്കാരിൻ്റെ അന്തിമ തീരുമാനത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. ആൻസർ ഡിസ്പോസൽ. In respect of matters affecting the finances of the state, finance department shall be consulted except where specific delegations are given to the administrative department under dash of rules of business. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ റൂൾസ് ഓഫ് ബിസിനസ് ഡാഷ് പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദിഷ്ട ഡെലിഗേഷനുകൾ നൽകിയതൊഴികെ ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിക്കും. ആൻസർ റൂൾ 10. All departmental officers shall see that necessary instructions along with certified copies of judgments for filing appeal against adverse judgments in writ petition reach the Advocate General within dash days before the date of expiry of the period of limitation for filing such appeal. റിട്ട് പെറ്റീഷനിലെ പ്രതികൂല വിധികൾക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള വിധികളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ആവശ്യമായ നിർദ്ദേശങ്ങൾ അത്തരം അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള പരിമിതി കാലയളവ് അവസാനിക്കുന്നതിന് ഡാഷ് ദിവസങ്ങൾക്കുള്ളിൽ അഡ്വക്കേറ്റ് ജനറലിനെ എത്തിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസർമാരും ശ്രദ്ധിക്കണം. ആൻസർ 10. 10 ദിവസങ്ങൾക്കുള്ളിൽ. The unofficial correspondence is that communications issued to obtain dash. ഡാഷ് ലഭിക്കുന്നതിന് നൽകുന്ന ആശയവിനിമയങ്ങളാണ് അനൗദ്യോഗിക കത്തിടപാടുകൾ. ആൻസർ ദ കൺകറൻസ്, ഒപ്പീനിയൻ ഓർ റിമാർക്സ് ഓഫ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റൊരു വകുപ്പിൻ്റെ സമ്മതം, അഭിപ്രായം അല്ലെങ്കിൽ റിമാർക്കുകൾ. എ ലിസ്റ്റ് ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഹെഡ്സ് ആർ ഡ്രോൺ ആൻഡ് ഷോൺ ആസ് ഡാഷ് ടു ദ മാനുവൽ. ശീർഷകങ്ങളുടെയും തലകളുടെയും ഒരു ലിസ്റ്റ് വരച്ച് മാനുവലിൽ ഡാഷായി കാണിക്കുന്നു. ആൻസർ അപ്പൻഡിക്സ് 4. Every member of the staff other than dash shall be supplied with a copy of the Secretariat Office Manual. ഡാഷ് ഒഴികെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൻ്റെ ഒരു പകർപ്പ് നൽകേണ്ടതാണ്. ആൻസർ ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ്. യുവർ നോട്ട് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ സിഗ്നേച്ചർ ഓഫ് സെക്ഷൻ ഓഫീസർ വിത്ത് ദ ഇൻഡിക്കേഷൻ ഡാഷ്. യുവോ കുറിപ്പ് ഡാഷ് എന്ന സൂചനയോടെ സെക്ഷൻ ഓഫീസറുടെ ഒപ്പോടുകൂടി അറിയിക്കണം. ആൻസർ ഫോർവേഡഡ് ഓർ ബൈ ഓർഡർ. The most important aspect to be borne in mind when selecting a heading is its dash. ഒരു തലക്കെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡാഷാണ്. ആൻസർ കൺസിസ്റ്റൻസി, സ്ഥിരത. അപ്പോൾ ഇത്രയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിന് ചോദിച്ച 2024 ജൂലൈയിലെ 100 ചോദ്യങ്ങൾ. ഇതിലെ ചോദ്യങ്ങൾ പലതും മുൻകാല വർഷങ്ങളിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാകുന്ന ഒന്നാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ. അപ്പോൾ നമുക്ക് വീണ്ടും മുൻകാല വർഷ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.